സ്റ്റാഫുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ്, സ്റ്റാഫ് നിങ്ങൾ പറഞ്ഞ ടെക്നിക്കൊക്കെ സ്പെൻഡ് കൂടിയ ടെക്നിക്കാണല്ലോ, നമ്മുടെ ഉള്ള ചിലവിനെ ഇനിയും കൂട്ടുന്നൊരു ടെക്നിക്കാണല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കുള്ള സ്റ്റാഫിനെ, അവർ പ്രൊഡക്റ്റീവ് സ്റ്റാഫാണെങ്കിൽ അവരെ റീറ്റെയിൻ ചെയ്യൽ തന്നെയാണ് ഒരു ഫേമിന്, ഒരു കമ്പനിക്ക് ലാഭം. അതിന് എപ്പോഴും എക്സ്പെൻസീവ് മെത്തേഡ്സോ അല്ലെങ്കിൽ എപ്പോഴും ഒരു മോണിറ്ററി മെത്തേഡ്സ് ആവണം എന്നൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോൾ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തിരുന്നു. അതായത് നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു കൈ കൊടുത്തിട്ട് അവരെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, ഒരു സ്ട്രോങ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. രണ്ടാമത്തത് അവരുടെ തോളിലൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് തട്ടിയിട്ട് ഉഷാറല്ലേ എന്ന് ചോദിക്കുക. ഈ ഒരു ചോദ്യം തന്നെ അവർക്ക് അവരുടെ മുഖത്ത് നമുക്ക് എവിഡൻ്റ് ആണ്. അവർ മാത്രമല്ല, ആ കൂട്ടത്തിലുള്ള ടീമിൻ്റെ മുഖത്തും നമുക്ക് ആ ഡിഫറൻസ്. ശരിക്കും ഈ ഒരു കൺസിഡറേഷനാണ് നമ്മുടെ ടീം ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് ആഗ്രഹിക്കുന്നത് ഈ ഒരു കൺസിഡറേഷനാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കൊടുക്കുന്ന സാലറിനെക്കാട്ടി 2000 രൂപ കൂടുതൽ കൊടുക്കാൻ വേറെ കമ്പനീസോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ റെഡിയാണ്. പക്ഷേ ഈ തോളിൽ തട്ടുക, അവരുടെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ അവരുടെ കൂടെ നിൽക്കുക, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പലർക്കും ഒരു ഈഗോ അല്ലെങ്കിൽ പലർക്കും മടിയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പലരും മറന്നു പോകുന്ന കാര്യം. ഞാനടക്കം മറന്നുപോയ ഒരു സാധനമായിരുന്നു അത്. ഇങ്ങനെ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടീമിൻ്റെ ഉള്ളിൽ വൺ എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ സെയിൽസിൽ അത്രയും നല്ല ഗ്രോത്ത് നമ്മൾ ഇക്കാലം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഗ്രോത്ത് ഈ ഒരു സെനാരിയോ ഫോളോ ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.